ഭഗവാനെ കല്യാണം മുടങ്ങി പിന്നെ ഞാൻ ഈ വീട്ടിന്റെ കാല് കുത്തലെന്നാ പറഞ്ഞു. എന്താ വന്നേ അത് മുഖന്നേ ചെറുക്കൻ എന്തിനു പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ അവന്. ആ കള്ള കിളവനല്ലേ അവന. ഇത് കിളവാ പൊക്കോ, ഇത് കാല് കുത്തിയാ ഞാൻ തവത്തി ഒതിക്കും. ഞാൻ കാരണമല്ലടാ അവൾക്ക് ഏതോ ഇവിടെ ക്യാമറമാനോട് വിളിച്ചോണ്ടിട്ട് നീ എന്തിനാണ് എന്നെ എടുത്ത് എറിയണത്? ഏത് മക്കളെ പാരകണ? അല്ല നിന്റെ അത്തന്റെ അല്ല കളവാ നിങ്ങൾ ഒത്തം കാണോ ഞാൻ ഇത്തത് നാണ് കണ്ടത്. അവള് ഇത് ക്യാമറ അവള് നിങ്ങൾ കൊണ്ടുവന്ന സദയ സൂപ്പത സദയ സുന്ദരിയാണ് യോഗമില്ലടാ നിന്നെ കെട്ടാൻ വേണ്ടിട്ട്. നിന്നെ ഇത്ര ചുള്ളും ചുരുക്കമുള്ള ചെറുക്കനെ കിട്ടാൻ പെണ്ണുങ്ങളോട് ക്യൂ അല്ലേ? അവക്ക് ഭാഗ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ അവളെ ഏതോ ക്യാമറമാനോട് വിളിച്ചോടി പോയത്. നിങ്ങൾ ഈ എന്നെ പൊക്കിയാ ഞാൻ ഈ അവസ്ഥയിലായത്. നാട്ടിൽ നടക്കാൻ പറ്റില്ല. ആൾക്കാർ എന്താ പറയുന്നത് അറിയോ? കല്യാണം ഉണ്ണീന്ന്. പണ്ട് ഒട്ടേറെ ഉണ്ണിയല്ലായിരുന്ന, ഇപ്പൊ കല്യാണം ഉണ്ണിയായി. അതിനെ വിഷമിക്കാതെ നീ, വയറൊക്കെ കുറഞ്ഞു കേട്ടാ. ഞാൻ യോഗ ചെയ്യുന്നു. പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലേ? പുതിയ വണ്ടിയൊക്കെ എടുത്തത്. ഇതിന്റെ പേരെന്തുവാ? നീ ഇങ്ങനെ കല്യാണം മുടങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നോ? ആൾക്കാർ പലതും നിന്നെ പറ്റി പറയുന്നത്. പുതിയൊരു കഥ, നിനക്ക് വേറെന്തോ പ്രശ്നമുണ്ടെന്ന്. എനിക്കെന്താ പ്രശ്നം? എനിക്കൊന്നും പ്രശ്നമില്ല. ഇന്ന് കവലയിലൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. നിനക്ക് വേറെ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാ നീ മനഃപൂർവ്വം കല്യാണം മുടക്കിയിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നേ. മനപ്പൂതോ എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടി നല്ലതൊക്കെ ജീവിക്കാൻ നോക്കുക. മനപ്പൂതോന്ന് കിട്ടുന്നില്ല. ഞാൻ കള്ളക്കളവാ. നിങ്ങൾ ഒത്ത നിങ്ങൾക്കെല്ലാം അറിയാം നാ പറഞ്ഞ പറ്റി. എടാ സേവ് ദ ഡേറ്റ് എടുക്കാൻ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടയാണോ? സേവ് ദ ഡേറ്റ് ആധാ ഫോട്ടോ എടുക്കാൻ ആധാ പറഞ്ഞു വിട്ടത്. നിങ്ങളാണോ പറഞ്ഞു വിട്ടത്? അവൻ ഏതവൻ? എനിക്കറിയോ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. എന്റെ മക്കളെടുത്ത് അവൻ അത്തോണ്ട് പോയി. നീ മൂഞ്ചി. അത് കഴിവേണ്ടേ ആമ്പിള്ളേരായ. ഞാൻ എന്താ ചെയ്യാൻ ഓതിപ്പോയി പിടിച്ചോണ്ട് പറ്റുന്നു അവളെ. അല്ലെ അവള് എന്തൊരു പരിപാടി കാണിച്ചത്. എന്റെ ചെറുക്കൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട്. വീട്ടിൽ വിലയില്ല, നാട്ടിൽ വിലയില്ല, എനിക്ക് പോലും ഒരു വിലയില്ല. അല്ലാക്കളെ പറയുന്ന നാട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞു. കവലയെ ചെന്ന് വിളമ്പത് നിങ്ങളാണ് കഥവ. അതേ ഡയലോഗ് അത്തരം പോലും തെറ്റിയിട്ടില്ല. നിങ്ങളാണ് കഥവ. സംഭവം അത്തരമൊന്നുമില്ലല്ലോ. സത്യം പറയാ നിങ്ങളാണ് അവളെ പോയി പറയുന്ന മൊത്തോ. അച്ഛന്റെ പൊന്നും മോനെ വിതക്കാൻ എന്ത് അയച്ചില്ല രാവിലെ. വേറൊരു കല്യാണാലോചന. പെണ്ണ് ഒരു കെട്ടിയതാ. ആ നിങ്ങൾ അത്തന്നെ കൊണ്ട് കെത്തിയത്. ഒന്ന് കെത്തിയത് ഞാൻ അത് ഒന്നും കെത്താതെ ഇരിക്കുക. 30 വയസ്സായി. എന്തത് ഇനി വലിയ പാടാ മക്കളെ. വല്ലതൊക്കെ നല്ല ഫ്രഷ് ഒക്കെ കിട്ടായി. അതേ ഇപ്പം വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. ഇറക്കം ഗൾഫിൽ പോയി. ചെതക്കണോ? അവന്റെ മോന്റെ എന്തുകൊണ്ടാ നിങ്ങളെക്കാത്തിയും വിത്ത് കെത്തത് മോന്റെ അവന്തത്. നിങ്ങളുടെ അതേ താഴെ അവത് അഥവാ നിങ്ങളുടെ വല്ല ആരെങ്കിലും ആണോ അത്? നിങ്ങളുടെ അതേ കള്ളത്തതോ മോന്റെ ഉള്ള ഒത്ത. നിന്നെ അവിടെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വിട്ടപ്പോ നീ അവളായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നീ നിൽക്കാൻ പറഞ്ഞപ്പോ നീ അവിടെ പോയി മൊണ്ണയടിച്ച് നിന്നിട്ടല്ലേ അവളിവിടെ പോയത്? ആണാ അവിടെ ആരെ കഴിവട്ടോ? നീ ഒറ്റ എടുത്തേ. ഞാൻ കഴിവത്തോ? ഞാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് നോക്കിയത്. അവനെക്കാത്ത് റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ നോക്കിയത്. റൊമാൻറ്റിക് നിങ്ങളെക്കാത്തിയും കൊള്ളാം. നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഓ എനിക്ക് തൂതാൻ മുത്തുന്നു. ഇതിന്റെ തൂതാനാ ഞാൻ കൊണ്ട് അങ്ങോട്ട് വന്നിരിക്കാം. ഇങ്ങനെ അടയി കുത്തി ഇരിക്കാതെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ആൾക്കാരായിട്ടൊക്കെ ഒന്ന് മിങ്കിളി. ഞാൻ മിങ്കിൾ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ കിട്ടുന്ന നീ എന്തുകൂടെ ഇത്? ഈ അമ്മാവൻ എത്ര പെണ്ണുങ്ങളായിട്ടിട്ട് പോയിട്ടുള്ളത്? എന്നിട്ട് അമ്മാവൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പോകുന്നത് കേട്ടോ. ഞാനേ കുടുംബത്തിൽ പറഞ്ഞതാ. അമ്മനെ പോലെ തൊത്തിയിട്ടാതിയല്ല. നിങ്ങളെ കൂടെ നടക്കുന്ന അപമാനം വേദ ഇല്ല. എന്നാ നടക്കട്ടാ നീ. ഞാൻ വന്നല്ലോ. എന്നാ പിന്നെ ഇത്രയും നാള് 32 26 പെണ്ണ് കണ്ട എന്റെ കമ്മീഷൻ ഇപ്പൊ എനിക്ക് ഇവിടെ വെച്ച് കിട്ടണം. എടുത്തോണ്ടോ പോയി. ഒന്നും പോലും നടന്നല്ലോ. അതും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്റെ ചെരുപ്പ് കഴിഞ്ഞ് നോക്ക്. കക്കുത്തി അത് അപ്പുറത്ത് നിന്നില്ല ചാണത്തി ചൂട്ടിയതാ. ഈ കള്ളക്കിളവൻ കാണുന്ന ഇത്രയും പറ്റത് എന്ത് എനിക്ക് പതിക്കുന്ന കാലത്ത് പോ. ചായ കിട്ടാൻ വകുപ്പില്ല. ഇവിടെ ചായ ഇതാന്നും ആരും ഇല്ല. ഞാൻ തന്നെ ഇപ്പൊ സുഖിന സുഖമോ? സുഖമല്ല സുഖി. കോമഡി അധികമല്ലേ ഏറ്റില്ല. നമ്മുടെ ഫോണിൽ ഇങ്ങനെ കുത്തി ആദ്യം കൊണ്ടുവരും. ചായയും കാപ്പിയും തീയും ഒക്കെ നക്കിന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്വിഗ്ഗി. ആ പിന്നെ പറയാൻ മറന്നുപോയി. സരയു വന്നിട്ടുണ്ട്. 8 മാസം ഗർഭിണിയാ. ഗർഭിണിയാണോ? അവക്ക് അന്നേ വയതുണ്ടായിരുന്നു. ഞാൻ കണ്ട്. ഞാൻ തോത്ത പറയുള്ളി പഴങ്ങഞ്ഞ കൂത്തയാണ്. ആ പഴങ്ങഞ്ഞ കൂത്തയാണ് ഞാനില്ല അമ്മാവ. ഒരു കഞ്ഞി പഴങ്ങഞ്ഞ കൂത്തി. എന്റെ ലൈഫിലുള്ള ഇത്ര അമ്മാവ ഞാൻ കാര്യം പറയട്ടെ അമ്മാവ.
അങ്ങനെ അതുപോലെ ഒരു വിത്തികത്ത മോന്ത ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് വിത്തികത്ത മോന്ത. അമ്മാവനെ കാട്ടി പഴകഞ്ഞി അല്ല, അതുകൊണ്ട് അപ്പൊ പെട്ടെന്ന് അങ്ങനെ 8 മാസം ആയതുള്ളൂ. കണ്ട അമ്മ പഴകഞ്ഞിയാണ്. അപ്പൊ നിന്റെ കണക്ക് പഴകഞ്ഞിയാണോ? നിന്റെ കണക്ക് പഴകഞ്ഞിയാണെങ്കിൽ അത് 8 മാസം. അല്ല നിങ്ങൾക്ക് എന്ത് വിഷമം? സത്യം പറഞ്ഞ നീയാണ് പഴകഞ്ഞി. അവള് അവന്റെ കൂടെ പോയിട്ട് അവന് സപ്പോർട്ട് ചെയ്യുന്ന കളവാദികള് പഴകഞ്ഞിയാന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ പഴകഞ്ഞായിട്ടാണ് അവിടെ 8 മാസം ഗർഭിണിയായത്. മുന്നേ കളവാ നിങ്ങൾ എന്റെ വീട്ടിൽ കാണാം. നിങ്ങൾ അങ്ങനെ പോണ്ട. അവളെന്തായാലും വന്നല്ലേ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പോയി. നിങ്ങളും എന്റെ കൂടെ വന്നേ പറ്റൂ. അടി ഞാൻ ചേരോടെ തരും. നാട്ടിൽ ഒന്നില്ലേലും ഭയങ്കര നിലയും വിലയാണ് കേട്ടോ. അതെ അതെ, നല്ല വാദം, തത നല്ല വാദം. നീ ഈ വയറാദ്യം കുറയ്ക്കാൻ പറ്റും നിന്നെ കൊണ്ട്. എനിക്ക് വേണ്ട 60 വയസ്സായി. നോക്ക് ഒന്നുമില്ലല്ലോ അമ്മാവ ഇത്. അതല്ല, ഈ പാക്കിന്റെ കാര്യം എല്ലാ നാട്ടുകാർക്കും അറിയാം കേട്ടോ. എവിടെയൊക്കെ ചെത്തവൊക്കെ പോയി. ഇതെങ്ങും പോയില്ല. ചെത്തവൊക്കെ ഞാനാണെങ്കിൽ ഡീസന്റാ, അമ്മാവൻ ഡീസന്റാ. 300 കേസല്ലേ ഉള്ളൂ പോസ്റ്റ് സ്റ്റേഷൻ. എനിക്ക് അത് എന്നെ കാലത്ത് പോയി എനിക്ക് എന്ത് കുഴപ്പത്തിക്കുന്നത്. ഞാൻ പറയുന്ന കേക്ക്. പൈസ എന്തോ ഉണ്ട്, ദുഃഖെന്തോ ഉണ്ട്. ദുഃഖില്ല, പൈസ ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാം എത്ത് പറയുന്നില്ലെങ്കിൽ ആച്ച് കണ്ണാ പൊട്ടിക്കും. എനിക്ക് പൈസ എന്തോ, എനിക്ക് ലുക്കെന്തോ. എനിക്ക് എന്താണ് അമ്മ കൊതപ്പം. ഇതാ കൊതപ്പം. ഈ കൊതപ്പം അതാ കൊതപ്പം. നിന്റെ ഏറ്റവും വലിയ കൊതപ്പം. തൊട്ടിട്ടാണ് പറയുന്നത്. എനിക്ക് എന്തൊരു കുഴപ്പമില്ല. ഒന്നുമില്ല. ബാഗ് ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട് ഇപ്പൊ. യോഗ ചെയ്യുന്നുണ്ട്. വായത് കൊതക്കാൻ ഇത് കൊതയുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. ചെയ്യുന്നുണ്ട്. അത് ഓതത്തെ കണ്ടോ കൊതയും. ഇത് എവിടെ പഠിച്ച് യോഗ? എവിടുന്ന് പഠിക്കുന്ന? ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതാണ് എടാ സോറി. കുടുംബപരമായിട്ട് നമ്മൾ നല്ല ശരീര സൗന്ദര്യമുള്ള ആൾക്കാരാ. ഈ ജന്മ എന്താ വെള്ളം കുതിക്കുന്നേ ഉള്ളു. അതുകൊണ്ടാണ് സമയം പോയത് ക്യാമറമാന്റെ കൂടെ. നിങ്ങളുടെ ബന്ധം പോലെ കണ്ടു തോൽത്തോന്നി പോയില്ലേ? അപ്പൊ നിങ്ങളും കണക്കാം നാളും കണക്കാം. വാ പോയിട്ട് വരാം. എന്തായാലും വന്നേല്ലേ, കണ്ടിട്ട് വരാം അമ്മാവാന്ന്. ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എനിക്ക് അന്നൊന്ന് കണ്ടാ മതി. എന്തു സംസാരിക്കണോ എനിക്ക്? ഞാൻ തോയിക്കും. എന്ത് ചോദിക്കും? എന്തിനാ ഇത്തിട്ട് പോയത്? ഇറ്റിട്ട് പോ. അവളെ കിട്ടിയിട്ടല്ലോ പോയത്. നിന്നെ മൊണ്ണേ അവൾ ആദ്യമേ പോയില്ലേ നിന്റെ കൂടെ? അമ്മ വന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോ. എനിക്ക് ഒന്ന് കണ്ട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. നീ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കത്തില്ല. നീ തെറിയൊന്നും പറയില്ല. ആ കൊച്ചു ഗർഭിണിയായിട്ട് തെറി പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മ. ശരി മക്കളെ, അവത് ഗേത്തും പൂത്തി അവരുടെ അകത്ത് ഇരിക്കും. അത് മാനിക്കല്ലേ അവരുടെ അകത്ത് ഏതെങ്കിലും വാതി സലയും മോളെ ഏതെങ്കിലും വാതി അവളെ അകത്ത് ഓർത്ത് ഇരിക്കവള്. മനസ്സിലായില്ല തോന്നുന്നു. ഇറങ്ങി വരൂ. നിങ്ങൾ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണോ എന്നാണ് ഉണ്ണി ചോദിക്കുന്നത്. ഒരു മുദ്രപദത്തിൽ എഴുതി കൊടുക്കുന്ന എന്താ? എന്നാ പത്തിത്തീത്തിന്റെ അകത്ത് കയറി ഇരിക്കുവല്ലേ? പത്തിത്തീത്തോ അല്ല, പറ്റിച്ചിട്ട്. ഉണ്ണിച്ചേട്ടോ നീ പന്ത് ഇങ്ങനൊന്നും അല്ലല്ലോ വിളിക്കുന്നത്. അമ്മാവ കേറുവാ. അമ്മാവൻ കേറിയാ കാണാൻ പറ്റും. അമ്മ അങ്ങോട്ട് വിത്ത അമ്മാവൻ അങ്ങോട്ട് തോക്കത്തെ കാര്യങ്ങള്. അതിപ്പോ എന്തു ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഇത് ഗർഭിണിയാകുന്നു. ഉണ്ണിച്ചേട്ടൻ വയറ് കാണാൻ വന്നതാണോ? അയ്യോ അതെ, ഞാൻ നിന്നെ കാണാൻ വന്നതാ. നിന്റെ വയറെന്താ എനിക്കാന്ന്? മറ്റേ വൈറ്റങ്കാലൊക്കെയുള്ള പലഹാരം അമ്മാവ തരാം. അമ്മാവൻ അതും മുത്ത് കാണാൻ തള്ളി ഒതിക്കും. ചേട്ടൻ വിളിച്ചപ്പോ അമ്മാവനെ തിരക്കിയായിരുന്നു. നിങ്ങൾ വിളിക്കോ കഥ? അയ്യോ ഇല്ല മക്കളെ. എടാ ഉണ്ണി നീ കഴിഞ്ഞോളൂ. എനിക്കറിയാം എന്തോ ഇങ്ങനെ കോട്ടർ കൊണ്ട് തന്നായിരുന്നു കഴിഞ്ഞോട്ട് വന്നപ്പോ. അല്ലാതെ എനിക്ക് അതിനോട് പൊന്നിട പോയ നമ്മൾ പണ്ട് തൊട്ടേ കുടുംബക്കാരില്ലേ. ഏട്ടാ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത് കേട്ടല്ലേ. ഞാനും എന്റെ ഉണ്ണി എന്ന് പറഞ്ഞോണ്ടല്ലേ അവന്റെ അച്ഛനെ തൊട്ട് എന്റെ അപ്പം തൊട്ടുള്ള ബന്ധങ്ങളാ. പറഞ്ഞു കൊടുക്കളെ അങ്ങോട്ട്. എന്താ അപ്പം ഓസി ആയിട്ട് ഇത്ര നാൾ ജീവിക്കുന്ന ഇപ്പൊ എന്താ ഓസി? ഉണ്ണിച്ചേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് നിന്നത് പ്രേമല്ലേ? നീ അത്രയ്ക്ക് നല്ല പരിപാടിയല്ലേ എന്റെ അടുത്ത് കാണിച്ചത്? അത് പിന്നെ അത്രയും ലുക്കുള്ള ഒരാളെ കണ്ടപ്പോ എത്ര ലുക്ക്? ഓന്തിന് മൂക്കിപ്പൊതി കൊതുത്ത പോലെ അവ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയല്ലേ. ഓന്തിന് ഒന്നും കെട്ടിയിറങ്ങില്ല, ഒരു വിഷമം. നിങ്ങൾക്ക് എന്താ വിഷമം? എന്നാലും അത് ഓന്തിച്ച് മാറ്റാൻ പറ്റുമോ? ആത്തും കുത്തിക്ക് മൂക്കിപ്പൊതി കൊതുത്തു കൊതിയാ. കൊത്തുക്ക് ആദ്യം സംസാരിക്കുന്നു. ഇച്ചിരി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ആത്മാർത്ഥ ഭയങ്കര സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ കുറച്ച് തിരുവി മൂക്കിലോത്ത് വെക്കി താവുമ്പോ എടുക്കാം. എന്താ പറയാണ്ടെന്ന് പറഞ്ഞു?
അതെങ്ങനെ ഈ പൊത്ത് കളവ ഒന്ന് മാറി ഞാൻ ഇത്തിരി സംസാരിക്കത്ത് സമാധാനം താവുന്നു എല്ലാത്തിന്റെ കീഴിൽ വന്ന് ഇങ്ങനെ നിൽക്കും ഈ കള്ള കളവ കൊണ്ടിറങ്ങുന്നതാണ് എനിക്ക് ഒരു പെണ്ണ് പോലും കിട്ടാത്തത്. അയ്യോ നമ്മളിന്ന് സെയിം കളർ ഡ്രസ്സാ. എല്ലാം സെയിം ആണല്ലോ. കറക്റ്റ് അല്ലേ? നീ ഒരുപാട് തിരിക്കല്ലേ കുത്തിയത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ എത്ര മാസമായി? 8 തുടങ്ങി. 8 തോന്നി മാസങ്ങളൊക്കെ എത്ര പെട്ടെന്നാ പോയത്. ഉണ്ണിച്ചേട്ടൻ വരത്തില്ലേ കുഞ്ഞിനെ കാണാൻ? ഞാൻ പറയാം പേര് കുത്തുകതാവേ കുത്തുന്നു. ആ പൊത്ത പതു ആ ഹബ്ബി നെക്സ്റ്റ് മന്ത് വരും. ഹബ്ബിയോ? ആ മോന്തലൊക്കെ നോക്കിട്ട് എങ്ങനെ അങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നുന്നു. ആദ്യം നടക്കാൻ പറ്റൂല നിന്ന കാരണം. പിന്നെ നിനക്ക് നാട്ടിൽ നല്ല തീറ്റപ്പേരാട്ടോ. നീ രാത്രി തലയ്ക്കൊന്ന് മുൻതൂത്ത് ഓതിയതൊക്കെ എല്ലാരും അറിയുന്നു. ചേട്ടനാണോ പരത്തിയത് നാട് മൊത്തവും? പിന്നെ അല്ലാതെ എനിക്ക് വിഷമം തോന്നി. എന്താ ഓത്തമാണ് നീ മുന്തും തലയത്തോത്ത് ഒന്നാ പൊന്നു വീതിയൊക്കെ ഇറങ്ങിയത് കണ്ടോ? ഞാൻ കണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാരും വിചാരിച്ചിട്ടേ പ്രേതമാണത്. എനിക്ക് നിന്റെ നേരത്തെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കല്യാണം നടക്കും ചേട്ടാ, ചേട്ടൻ വിഷമിക്കാതെ. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. അത് നീ പറയണ്ട. കുറച്ച് ഒട്ടേറെങ്കിലും കൊണ്ടുവരായിരുന്നു. എന്തിനാ വലിച്ചോണ്ടിരിക്കാനോ? അത് നിന്റെ ഛബ്ബിക്ക് കൂടെ കൊതു അവനും കൂടെ വലിക്കത്തിരുന്ന്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു കോമഡി? അളിഞ്ഞതായിരുന്നു. നെക്സ്റ്റ് മന്ത് വരുമ്പോ ഞങ്ങൾ ഇനി അങ്ങോട്ട് വരാട്ടോ. എന്തിനാ നിന്റെ അച്ഛ അവിടെ ഇരിക്കുന്ന? അല്ല ഒന്നില്ലേലും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ കാരണം ഉണ്ണിച്ചേട്ടനല്ലേ. അമ്മാവ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മക്കളിനി പോവോ? അവന്റെ കൂടെ ഗൾഫിൽ പോവാണോ? കേറി ആ കുഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ട് പോകും. ക്യൂട്ട് ഫാമിലി അല്ലേ അമ്മാവ? അതെ ഇവിടെ കിടന്നിരുന്നെങ്കിൽ അവന്റെ ഒട്ടേറെ ഇവിടെ കിടക്കായിരുന്നു കേട്ടോ. അതാ നല്ല തീരുമാനമായിരുന്നു ഒന്ന് ഓർത്താ. ഈ കള്ള നായന്റെ മോനെ ഇവ തന്നെ കൂത്തുപോകും. നീ കൊറേ നേരം കൊണ്ട് ഉണ്ടാക്കുന്നു. നീ ആ എല്ലാത്തിനും കാണക്കത്തല്ലോ. ഉണ്ണിച്ചേട്ടാ കൂൾ. അയ്യേ ആ എന്ത് കാണുന്ന അമ്മാവ ഇപ്പൊ പെണ്ണൊന്നും കിട്ടുന്നില്ലല്ലേ? ഓ മതയും പറഞ്ഞ നല്ലൊരു പെങ്കൊച്ച നമ്മളോട് ഉള്ള. അയ്യോ ഈ പെണ്ണിനെ എനിക്കറിയാം. ഏത്? എന്റെ കൂടെ പഠിച്ചതാ. അയ്യോ എന്താ പൊന്നമ്മാവ വേണ്ട. ഞാൻ പെണ്ണ് കിട്ടാതിരുന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഇവരെ കൂട്ടാതെ വേണ്ട. അമ്മാവ ഇവളെ കാത്തി നല്ലത് പെണ്ണ് സുന്ദരി തുന്തതി നല്ല വിദ്യാഭ്യാസമുള്ള ഗർഭിണി ആവാത്തത്. മാട്രിമോണി ഇടാനാ. ആ വയറിച്ചിരി ഉള്ളിലോട്ട്. മസില് മസിൽ അമ്മാവ അങ്ങോട്ട് ഇത് സൂപ്പർ. നിന്നെ കാത്തി നല്ലത് പെണ്ണിനെ കൊണ്ട് ഞാൻ വരും കേട്ടോ. ഈ ഉണ്ണി വരും കേട്ടോ. ആ ഉണ്ണിയുടെ കൂടെ അമ്മാവനെ കാണും കേട്ടോ. അത് ചിലപ്പത്തെ കാണും. ഞാൻ എന്തായാലും കാണും. അന്ന് ആ കൊച്ചു ഗർഭിണിയായിരിക്കും. അമ്മാ ബാബു അമ്പാ ഇത് വെറും ഒട്ടേറെ ഉണ്ണിയല്ല, ഇത് മാസ് ഉണ്ണി. ഒരു വരവ് വരുന്നുണ്ട്. മത വന്നു പെട്ടെന്ന് പാമ്പാ പെട്ടെന്ന് പോ, അല്ലെങ്കിൽ കള വന്ന് ഊതി വാ ഒന്ന് പെട്ടെന്ന്.